ഹേ ഗായ്സ് വെൽക്കം ടു ജിൻസം വ്ളോഗ്സ്. എൻ്റെ കഴുത്തിൽ ഇപ്പോൾ മാലിട്ട് തന്നത് വിജയ് കുമാർ സാറാണ്. ഇന്ന് നമ്മളൊരു ഹൗസ് ബോട്ട് യാത്രയാണ് നടത്താൻ പോകുന്നത്. ആ ഹൗസ് ബോട്ട് യാത്രയുടെ ഓണർ CCOK കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരളയുടെ ഒരു മീറ്റപ്പാണ് ഇന്ന് ഈ ഒരു ഹൗസ് ബോട്ടിൽ നടത്തുന്നത്. അഷ്ടമുടി കായൽ, കൊല്ലം അഷ്ടമുടി കായലിൻ്റെ നടുവിലാണ് ഇന്ന് ഞങ്ങളുടെ മീറ്റപ്പ് ഉള്ളത്. ഞങ്ങളുടെ എല്ലാ വ്ളോഗേഴ്സും വിത്ത് ഫാമിലി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അടിച്ചു പൊളി മീറ്റപ്പ് തന്നെയായിരിക്കും ഇന്ന് ഇവിടെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഹൗസ് ബോട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കയറിയപ്പോൾ തന്നെ എന്താണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടി ഞാൻ കയറി നോക്കി. 2 റൂമുകളാണ് ഈ ഹൗസ് ബോട്ടിൻ്റെ അടിയിലുള്ളത്. അതും പ്രീമിയം ലക്ഷറി ഹൗസ് ബോട്ടാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര അടിപൊളി റൂംസാണ് ഇവിടെ. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാലത്തൊരു ഫുഡ് വന്നു. കപ്പയും അതുപോലെ കേരമീനും അച്ചാറും ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്തെ 50 നോമ്പ് എടുത്തൊക്കെയായിരുന്നു. വെജിറ്റേറിയൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പുറത്ത് നോക്കിയപ്പോൾ നല്ല മറ്റേ കൊക്കുകൾ. ഫുഡ് കഴിച്ച് ഞാൻ നേരെ റൂമിൽ വന്നു. റൂമിലത്തെ കാഴ്ചകൾ കണ്ടു. അതിനുശേഷം അടിയിലൊരു വലിയൊരു ഏരിയ ഉണ്ട്. നമുക്ക് അടിയിൽ നേരത്തെ കണ്ടില്ല, അതുപോലത്തെ വലിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വേറൊരു വ്ളോഗർ വന്നിട്ട് എന്നോട് പറയുക, ക്യാമറ സംഭാഷണം എല്ലാം ജിൻസം വ്ളോഗ്സ്. അപ്പം അത് നമുക്കൊരു ഇതായിരുന്നു. അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല അടിപൊളി കാഴ്ച. വാവ്! ആ ഒരു കായൽ. ഈ ഒരു മീറ്റപ്പ് നടന്നത് ഒരു 5-6 മാസം മുമ്പാണ്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അടിപൊളി വിഷ്വൽസ് എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് എഡിറ്റ് ചെയ്ത് ഈ ഒരു വ്ളോഗ് ചാനൽ എപ്പിക് ജിൻസിൽ ഇടാമെന്ന് വിചാരിച്ചു. കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഈ ചാനൽ ഞാൻ ആക്റ്റീവാക്കി എടുക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഞാൻ നേരെ പുറത്തേക്ക് പോയപ്പോൾ നമ്മുടെ സംഗീതേച്ചി അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പുറത്തുള്ള ഒരു വ്യൂ അടിപൊളിയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ബോട്ട് ജസ്റ്റ് സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് തിരിക്കാൻ തരും കേട്ടോ. ഇപ്പം മണിയമ്മയാണ് ബോട്ട് ഓടിക്കുന്നത്. അവിടെ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന സ്രാങ്ക് ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. പുറത്തുള്ള, അതായത് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. അങ്ങനെ ഞാനാണെങ്കിൽ പുറത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വീഡിയോ എടുത്ത് തീരാറായപ്പോൾ പറഞ്ഞു വേഗം മുകളിലേക്ക് ചെല്ലുക. അപ്പോൾ ഓടിച്ചെന്ന് മുകളിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ എല്ലാവരും ഇരുന്നിട്ട് വേറെ പ്രോഗ്രാംസ്, നല്ല ഫണ്ണായിട്ടുള്ള എല്ലാം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായി. നല്ല അടിച്ചു പൊളി തന്നെയായിരുന്നു. അതിനുശേഷം ഈ ചേട്ടൻ വന്ന് പാട്ടൊക്കെ പാടി. എൻ്റെ പൊന്നെ വേറെ ലെവൽ. ഇത് നമ്മുടെ ബിജു ചേട്ടനാണ് കേട്ടോ. ബിജു ചേട്ടൻ ചാനലുണ്ട്. അങ്ങനെ നാടൻ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നേരെ മൺട്രോത്തി തുരുത്ത് ഐലൻഡിലോട്ട് പോവാന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു കുഞ്ഞു ബോട്ട്, അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുഞ്ഞു ബോട്ടിലേ പറ്റുള്ളൂ. അപ്പോൾ കുഞ്ഞു ബോട്ട് വന്നു. ഞാൻ ആദ്യം കേട്ടോ ഒരു വലിയ ബോട്ട്, നീ കുഞ്ഞു ബോട്ടിക്ക് കയറുന്നത്. എൻ്റെ പൊന്നെ, നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. നമ്മുടെ ഒപ്പം ഐസ്ലൻഡ് ബ്രോസ് ഉണ്ടായി. അവരാണെങ്കിൽ വൈബാണ്. എനിക്ക് അവരെ പണ്ടോട്ടേ അറിയാം. ഞാൻ സബ്സ്ക്രൈബർ ആയിരുന്നു. അപ്പോൾ അവരുള്ളതുകൊണ്ട് വൈബാണ്. കാര്യം അവർ ആലപ്പുഴയിലുള്ളതുകൊണ്ട് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാതെ പറ്റില്ല. അങ്ങനെയാണ്, അത്ര അടിപൊളി, ലൈക്ക് അങ്ങനെയാണ് അവിടുത്തെ ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കണം, നീ ഇങ്ങോട്ട് പോവാ, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു കേട്ടോ. വേറെ ലെവൽ. ഇതായിരുന്നു നമ്മുടെ ഹൗസ് ബോട്ട്. അങ്ങനെ മൺട്രോത്തി തുരുത്ത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലൻ ആംബിയൻസ് ആണ് കേട്ടോ. നല്ല പച്ചപ്പും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ ബനിയൻ്റെ കൈ ഒഴിച്ചുള്ള ബാക്കി സകല സ്ഥലത്തും ടാൻ അടിച്ച ഒരു പരിവായി. അത് വിട്. അപ്പോൾ അങ്ങനെ മൺട്രോത്തി തുരുത്തിൻ്റെ ഈ ഒരു ഐലൻഡിലേക്ക് നമ്മൾ ഈ മരത്തുമ്മയൊക്കെ കയറാൻ പറ്റും. നല്ല അടിപൊളി, നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പ്രണവേട്ടനും ഇവരൊക്കെ അവരാദ്യം തന്നെ കയറിപ്പോയിട്ടാ. എന്നിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാനും കയറിപ്പോയി. നല്ല ചില്ലടിച്ച് അവരിതേ കയറി പോകുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. അത് തികച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു നല്ല മൊമെൻസുകളായിരുന്നു. ഞാനങ്ങനെ ഗോപ്രോ അടിയിലത്തെ ചേണ്ടയിൽ കൊടുത്ത് നേരെ കയറി. എന്നിട്ട് ഞാൻ വീണ്ടും ഇറങ്ങി. ഞാൻ ഗോപ്രോ മറ്റേ കയറി കഴിഞ്ഞിട്ടാണ് വാങ്ങിയത്. ഈ സാധനം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഉപ്പുവെള്ളം ആയതുകൊണ്ട് തന്നെ അടിച്ചു പോവും. പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മരത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കുറേയൊക്കെ പോയി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ്. ഇവിടെയൊക്കെ വെള്ളം കുറവാണ്. മറ്റേ മുകളിൽ നിറച്ച് പച്ചപ്പൊക്കെ ആയിട്ടുള്ള നല്ല രസമാണ് കേട്ടോ. ഒരു കുറ്റിക്കാട് എന്ന് പറയില്ലേ, സെയിം സംഭവം തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് കയറി. ഉച്ച കഴിഞ്ഞുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞ്
ഞങ്ങൾ സാമ്പ്രാണിക്കുടി ഐലൻഡിലോട്ടും കൂടെ പോകുന്നുണ്ട്. അത് വേറെ ലെവലാണ്, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ്, അതായത് ഈ വ്ളോഗിൽ കാണുന്ന പോലെ ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് JK റോയൽസ് ക്രൂയിസിനെ കണക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടവർ JK റോയൽ ക്രൂയിസ് ഹൗസ് ബോട്ട്, ഒരു പ്രീമിയം ഹൗസ് ബോട്ടിൽ നല്ല കിഡിലോ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റും. അത് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. എൻ്റെ പൊന്നെ, നൊയിമ്പെടുത്തത് കൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നല്ല കരിമീൻ, കമ്പിൽ പൊള്ളിച്ച കൊഞ്ച്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. ഇതാണ് ഞാൻ കഴിക്കുന്നത്. വെജാണ്, എനിക്ക് അതിൽ സങ്കടമൊന്നുമില്ല, ചെറുതായിട്ടൊരു വിഷമം അത്ര തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സാമ്പ്രാണിക്കുടി ഐലൻഡിലോട്ട് പോയി. കേരളത്തിലത്തെ ലക്ഷദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. ഇത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു സ്ഥലമാണ് കൊല്ലത്തുനിന്ന്. അപ്പം കൊല്ലത്തുള്ള ഭയങ്കര ടൂറിസം സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. മുട്ടിനൊപ്പം വെള്ളമുള്ളൂ, ജാതി രസമാണ്. അതായത് അഷ്ടമുടി കായലിൻ്റെ നടുക്കിലുള്ള സ്ഥലത്ത് ഈ മുട്ടിനൊപ്പം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതും ക്രിസ്റ്റൽ ക്ലിയർ. ലക്ഷദ്വീപ് നമുക്ക് ഒരു ബഡ്ജറ്റ് ലക്ഷദ്വീപ് വൺ ഡേ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അങ്ങനെ ഞാൻ ഈ ഒരു കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി നോക്കി. നല്ല രസമാണ് കേട്ടോ. എങ്ങാനും ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ പെട്ടുക്കും. നല്ല ഇരുമ്പിൻ്റെ പോലത്തെയാണ് ഇവിടുത്തെ ഈ മരം. ഇനി ഒരു ചെറിയ കാര്യം കൂടി, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന എല്ലാവരും നോക്കിക്കോ, എല്ലാവരും വ്ളോഗർമാരാണ്. ഒരാൾ പോലും ഇതിൽ വീഡിയോ എടുക്കാതെ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ശരിക്കും ഏറ്റവും സുഖമായിട്ട് നല്ല ജില്ലായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഏരിയ അത് ഇവരുടെ ഒരു മീറ്റപ്പിലാണ്. കാര്യം എല്ലാവർക്കും അറിയാം ഇവർ വ്ളോഗറാണ്, ഇവർക്കൊരു സ്റ്റൈലുണ്ട്, കാര്യങ്ങളൊക്കെ. ഈ ഒരു ചേച്ചി ഇവിടെ കട നടത്തുന്ന കണ്ടോ, ഒരു അരയ്ക്കൊപ്പം വെള്ളത്തിലാണ് നിന്നിട്ടാണ് ഈ ചേച്ചി ഈ ഒരു കട നടത്തുന്നത്. ശരിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം ഈ ഒരു ചേച്ചിക്ക് കേട്ടോ. കാരണം അത്രയും നന്നായിട്ടാണ് അവർ ആ ഒരു ഇത് ചെയ്യുന്നത്. പിന്നെ അവരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കണ്ടോ, അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മരക്കുറ്റി, ഇതിൻ്റെ സ്ട്രെങ്ത്ത് ഞാൻ ഒന്ന് പരീക്ഷ നോക്കിയതാണ്. പിന്നെ ഇവിടെ വേറെ ബോട്ടുകളുണ്ട് കേട്ടോ, ബോട്ട്. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു മണിക്കൂറിന് ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ കയറ്റിക്കൊണ്ട് പോകും. ഇതവിടെ ഐ ലവ് സാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞിട്ട് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ്. നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും എൻജോയ് ചെയ്യാനും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളായാലും രസമുണ്ട് ഇവിടെ. ഇത് കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നമ്മുടെ ഐസ്ലാൻഡ് ബ്രോസ്, ഇതാണ് ഇതിൻ്റെ ഒരു വൈഡർ വ്യൂ. അപ്പം ഈ ഒരു വ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞാൻ കയറാൻ നേരത്താണ് എടുത്തത്. നമ്മുടെ ഐസ്ലാൻഡ് ബ്രോസ് ഉണ്ടല്ലോ, ഇവിടെ നിന്നിട്ട് ഇലവന്മാരെന്താ ചെയ്തതെന്ന് അറിയോ? ഒരു മീനെ വടി വെച്ച് കുത്തിപ്പിടിച്ചു ഇവിടെ. അവരുടെ ഒപ്പം പറ്റുവാണെങ്കിൽ നമുക്കൊരു വ്ളോഗ് ചെയ്യാം. കാര്യം അവരുടെ ഏരിയയിൽ പോയിട്ട് ചെയ്യണം, അപ്പോൾ നല്ല രസമായിരിക്കും. പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.